ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മോർണിംഗ് ആയിട്ട് എണീച്ചു, 5 മണിക്ക് എണീച്ചു, കുറച്ച് നിസ്കരിച്ചു, അതൊക്കെ ചെയ്ത് എന്നിട്ട് മക്കളൊക്കെ മദ്രസയിലേക്ക് കൊണ്ടുവിട്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഉപ്പ ഉണ്ടായിന്, ഉപ്പ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് നടക്കേണ്ടതില്ല. അപ്പോൾ വേഗം സിറ്റ് ഔട്ടിൽ വന്ന് കുറച്ച്, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് സിറ്റ് ഔട്ടൊക്കെ മൊത്തം പൂച്ച കയറും. രാത്രിയിലെ പൂച്ചയൊക്കെ ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പൂച്ച ഇവിടെയാണ് കിടക്കുക. അപ്പോൾ മോൻ എണീച്ചാൽ നേരെ വരെ അവിടെയാണ്. അതുകൊണ്ട് വേഗം അവിടെ ഒന്ന് തൂത്തുവാരി തുടക്കാമെന്ന് വെച്ചു. തുടച്ചിട്ട് ചില സമയത്തിൽ നായൊക്കെ കയറും. പക്ഷേ ഇന്ന് നായൊന്നും കയറിയിട്ടില്ല. നായ കയറിയാൽ നമുക്കതിൻ്റെ അടയാളമൊക്കെ മനസ്സിലാവും രാത്രിയിൽ. അപ്പോൾ ഇവരെല്ലാം പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ കാണും. അപ്പോൾ അങ്ങനെ ഇവിടെ ഒക്കെ അടിച്ചു വാരി. ഇനി എന്താണെന്ന് വെച്ചാൽ 2025 നമ്മളെ വിട്ട് പോവാണല്ലോ. ശരിക്കും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വർഷമെന്ന് വെച്ചാൽ 2025. നല്ലതുണ്ട്, കെട്ടതുണ്ട്, എല്ലാ മാതിരി ജീവിതത്തിലെ അനുഭവങ്ങൾ കുറേ എനിക്ക് എൻ്റെ സ്ട്രഗിളൊക്കെ അനുഭവിച്ചത് വർഷം. ശരിക്കും പറഞ്ഞാൽ ഈ 2025 ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വർഷമായി തീർന്നു. എന്താണെന്ന് വെച്ചാൽ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ 10 വർഷത്തിൻ്റെ ശേഷം ഞാൻ എൻ്റെ ഫാമിലീനെ കാണാൻ പോയതും അങ്ങനെ കുറേ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി 2026 എല്ലാവർക്കും നല്ല വർഷമായിട്ട് നല്ല സന്തോഷങ്ങളും എല്ലാം നിറഞ്ഞ നല്ല ഒരു വർഷമായി തീരട്ടെ എല്ലാവർക്കും. അങ്ങനെ ഞാൻ അടുക്കളയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും പിന്നല്ലേ അത് രാവിലത്തെ മോർണിംഗ് ഡ്രിങ്ക് ആണല്ലോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം. ഇത് നല്ലൊരു ഹെൽത്തിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോ. വേണ്ട ആൾക്കാർ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യാം. പിന്നെ അടുത്ത് വെള്ളം വെച്ചതാണ് തിളക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് പുട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പം ഞാൻ വെച്ച് കുറച്ച് ഗോതമ്പ് പുട്ടും ചൂടാ, അരിപ്പുട്ടും ചൂടാ, രണ്ടും കൂടി പുട്ടാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അങ്ങനെ തിളച്ച വെള്ളത്തിലാണ് പുട്ട് കുഴക്കാം. വെള്ളമൊക്കെ തിളച്ചു. അങ്ങനെ എടുത്തിട്ട് ഒന്ന് കുറച്ച് പുറത്തൊക്കെ ഇരിക്കാം. ഇന്ന് അത്ര വലിയ ബിസിയായ ഡേ ഒന്നുമല്ല. എന്താ വെച്ചാൽ സ്കൂളൊക്കെ ലീവാണല്ലോ. അപ്പോൾ എല്ലാവരും പതുക്കെ എണീച്ചിട്ട് വരാം. മക്കളൊക്കെ മദ്രസ വിട്ട് വരുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായാൽ മതി. അങ്ങനെ ഞാൻ പുറത്ത് വാഷിംഗ് മെഷീനിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നേക്കാം അല്ലേ. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയങ്ങൾ കണ്ടെത്തുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ നമുക്ക് മൈൻഡ് റിലാക്സ് ആക്കാനും നമ്മൾ ഹെൽത്തി ആയിട്ടും നമ്മൾ എല്ലാവരുമേ ചില ആൾക്കാരുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിലത്തെ കാര്യമോ ഫാമിലി ശരി ഞാനും അങ്ങനത്തെ ആളാണ്. പക്ഷേ എനിക്കായിട്ട് കുറച്ച് നേരങ്ങൾ ഒതുക്കണോ, എൻ്റെ ഹെൽത്ത് നോക്കണമെന്നും ഞാൻ പലപ്പോഴും ചിന്തിക്കും. പക്ഷെ അത് നടക്കാറില്ലേ. അത് എല്ലാവർക്കും അങ്ങനെയാണ്. അങ്ങനെ എനിക്ക് 2-3 ദിവസമായിട്ട് ഈയിടെയായിട്ട് എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് പാട്ടൊക്കെ കേൾക്കുന്നത് എന്തോ ഒരു നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ തന്നെ പാട്ട് തന്നെ അങ്ങ് വെച്ചിട്ട് ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഈ വെള്ളമൊക്കെ കുടിച്ചിട്ട് അടുത്ത് പുട്ടാനുണ്ടാക്കുക. അരിപ്പുട്ട് ഇന്നലത്തെ കുഴച്ചതൊക്കെ ഉണ്ടേനു. അപ്പോൾ അത് ആർക്കും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ചിന്. അപ്പോൾ അതിനുള്ളപ്പോൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. അതെല്ലാം എടുത്തിട്ട് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചു. അതിന് ശേഷം തേങ്ങ കുറച്ച് എത്തൂല, ഇത് കുറച്ചേ ഉള്ളൂ. പിന്നെയല്ല ഈ കറക്റ്റായ മലയാളം സംസാരിക്കാൻ എനിക്കറിയുന്നില്ല. ഇതന്നെ ഇപ്പോൾ സംസാരിക്കാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഓക്കെ നോർമലായിട്ട് ഇത്രത്തോളം സംസാരിക്കുക. ഇനിയും സംസാരിക്കാനും പഠിക്കാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചു. അങ്ങനെ പുട്ട് റെഡിയായി. ഇനി അടുത്ത് അരിപ്പുട്ട് കഴിഞ്ഞാൽ ഇനി ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കണോ. അപ്പോൾ കറിയൊക്കെ അത്ര വേണ്ട. എന്താണെന്ന് വെച്ചാലേ ഇവർക്ക് ആർക്കും ഇങ്ങനെ പുട്ടിന് അങ്ങനെ കറി വേണ്ട. ഗോതമ്പ് പുട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ചായൻ്റെ ഒപ്പം അങ്ങനെ കട്ടൻ ചായ അതൊക്കെ കുടിക്കാൻ തിന്നാനും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് സുനീറായാലും ഇതന്നെ തിന്നാം. പുട്ടും തേങ്ങയും അത് ഭയങ്കര ഇഷ്ടമാണ് അവർക്കെല്ലാവർക്കും. അങ്ങനെ അതുകൊണ്ട് ഇത്ര വലിയ കറിയൊന്നും വേണം. കുട്ടികൾക്കൊന്നും കറി വേണ്ട പുട്ടിന്. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയായിട്ട് ഇനി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചെറുതും ഉറങ്ങുന്ന. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഉച്ചക്കുള്ളതിന് പതിയെ ഉണ്ടാക്കിയാൽ മതി. രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചാലേ തണുത്ത് വെച്ചത് പിന്നെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടല്ലോ. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ പാട്ടൊക്കെ കേട്ട് അതിൻ്റെതായ ഒരു താളമൊക്കെ ഒറ്റക്കാനല്ലോ. അപ്പം നമുക്കും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഈ ഇടയായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടേ. എന്തോ ഒരു ഹാപ്പിനെസ്സിന് വളരെ സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ വാഷിംഗ് മെഷീനിലെ ഡ്രസ്സൊക്കെ തിരുമ്പിക്കഴിഞ്ഞ് ഇനി അതൊക്കെ ആറിടുന്നതിന് വേറെ എന്താ മലയാളത്തിൽ പറയാമെന്നൊന്നും കൂടി പറയണേ. പിന്നെ എല്ലാവരും ചോദിക്കുന്നു ഓരോരോ കാര്യം. എൻ്റെ കല്യാണം എങ്ങനെയാണ് കഴിഞ്ഞതെന്ന്. എൻ്റെ ശ്രീലങ്കയിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ഇവിടുന്ന് ഇവർ വന്നിന് അങ്ങോട്ടേക്ക്. എന്നൊക്കെ വേണ്ട മഹറും കാര്യങ്ങളും ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇവിടുത്തെ പള്ളിയിൽ നിന്നെല്ലാം ഓരോ പേപ്പറൊക്കെ വേണോ. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് അവിടെ വന്നിട്ടാണ് കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ എന്തോ ഒരു ഇത് കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞ് വളരെ സാമ്പത്തികമായിട്ടുള്ള വിഷമം കൊണ്ട് മാത്രമാണ് പോകാണ്ടിരുന്നത്. വേറെ ഒന്നും കുഴപ്പമില്ല. നല്ല
സാമ്പത്തികം വിഷമം എന്ന് വെച്ചിട്ട് അങ്ങനെ വിഷമക്കേടൊന്നുമില്ല. പിന്നെ നമ്മളുണ്ടല്ലോ, നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീടൊക്കെ എടുക്കാൻ നിന്നത്. അപ്പോൾ ഇവർ ഒറ്റക്കാണല്ലോ, അപ്പോൾ അങ്ങനെ പണിയൊക്കെ എടുത്തിട്ട് അങ്ങനെ കിട്ടുന്ന പണി, അതിന് ശേഷം ഗൾഫിലേക്കും പോയിട്ടില്ല, പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ ഗൈസ്, ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.